ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കുക. ഇതുവരെ നിങ്ങൾ മിർസാപൂർ എന്ന പേര് ഒരു വെബ് സീരീസിന്റെ പേരായി മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഉത്തർപ്രദേശിലെ ഈ മിർസാപൂർ മറ്റൊരു കാരണത്താൽ പ്രശസ്തമായി മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ പൂർണ്ണമായും ഷോക്കാകും. നിങ്ങളുടെ കാലിന് കീഴിലെ നിലം പോലും ഒഴിഞ്ഞു പോകും. എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ജിമ്മിൽ പോകുന്ന മകളോ സഹോദരിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി തീർച്ചയായും ഷെയർ ചെയ്യുക. കാരണം നിങ്ങളിനി കാണാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ഒരു സത്യമാണ്. ഈ വീഡിയോയുടെ ഉള്ളിൽ ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഒരു വലിയ സ്കാം ഒളിഞ്ഞിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് സംഭവിക്കാവുന്ന അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരു സത്യം. ഇതൊരു ജിമ്മിനെ കുറിച്ചുള്ള കഥയാണ്. അവിടെ നൂറുകണക്കിന് പെൺകുട്ടികളെ ഒരു കുടുക്കിലേക്ക് ആകർഷിക്കുന്നു. ആ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ മുഴുവൻ ഇന്ത്യയും ഞെട്ടിപ്പോയി. മതത്തിന്റെ മറവിൽ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കേട്ടാൽ പോലും നിങ്ങൾ ഞെട്ടിപ്പോകും. പല പെൺകുട്ടികളുടെ ജീവിതം തകർന്നുപോയി. അതോടൊപ്പം പോലീസിന് 1 2 അല്ല 50 വീഡിയോ വരെ ലഭിച്ചു. ഓരോ വീഡിയോയും കണ്ടപ്പോൾ പോലീസുകാർ പോലും ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണെങ്കിൽ മിർസാപൂരിലെ ജിമ്മിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ആ പെൺകുട്ടികൾക്ക് അവിടെ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനവും ഈ ലോകവും തന്നെ ഞെട്ടിയത്? ഈ കഥ ആരംഭിക്കുന്നത് മിർസാപൂരിലെ പ്രശസ്തമായ ഒരു ഏരിയയിൽ നിന്നാണ്. അവിടെ ഒരു പുതിയ ജിം ആരംഭിക്കുന്നു. അതിനൊരു പേരും നൽകി, കാജിം. ഒരു ഫാൻസിയായ ആകർഷകമായ പേര്. ആ പേരിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു സൂഫി സന്യാസിയുടെ പേരായിരുന്നു, ശാന്തിയുടെ പ്രതീകം. പക്ഷെ ആ ശാന്തിയുടെ പിന്നിൽ നൂറുകണക്കിന് പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന ഒരു ഭീകര ഗൂഢാലോചന നടക്കുകയായിരുന്നു. ഫിറ്റ്നസ് നേടാൻ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരുന്ന പെൺകുട്ടികൾ അറിയാതെ ഒരു വലിയ സ്കാമിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായി മാറി. ഈ കഥയുടെ മാസ്റ്റർ മൈൻഡ്, അവന്റെ പേര് ഇമ്രാൻ ഖാൻ. വർഷങ്ങളോളം ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിച്ച ഒരാൾ. 20,000-30,000 ശമ്പളത്തിൽ കുടുംബം നടത്താൻ പോലും ബുദ്ധിമുട്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷേ അപ്രതീക്ഷിതമായി അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ വലിയൊരു ലക്ഷറി ജീവിതം നയിക്കാൻ തുടങ്ങി. കാറുകൾ, സ്വർണ്ണ ചെയിനുകൾ, ഇതെല്ലാം കണ്ടപ്പോൾ ആളുകൾ ഞെട്ടിപ്പോയി. ഇത്രയും പണം ഇവൻ എവിടെ നിന്ന് കിട്ടി? എല്ലാവരും ഒരുപോലെ ചോദിച്ചു. ആ സമയം പുറത്തു വന്ന സത്യം, ഇമ്രാൻ കാജിം 1, കാജിം 2, ഐറൺ ഫയർ ജിം, ഇങ്ങനെ 3 ജിം ഫ്രാഞ്ചൈസികൾ ആരംഭിച്ചു. ഇതോടെ മിർസാപൂരിലെ അവന്റെ നെറ്റ്വർക്ക് ശക്തമായി വളർന്നു. പക്ഷേ ജിം ബിസിനസ് കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്രയേറെ പണം സമ്പാദിക്കാൻ സാധിക്കില്ല. ഒരു ജിമ്മിന്റെ ഫീസ് കൊണ്ട് ആരും ഒറ്റ രാത്രിയിൽ അങ്ങനെ കോടീശ്വരനാകില്ലല്ലോ. ഇതെല്ലാം കണ്ടപ്പോൾ ആളുകളുടെ മനസ്സിൽ പല സംശയങ്ങൾ ഉയർന്നു. പക്ഷേ ആർക്കും യഥാർത്ഥത്തിൽ ഒന്നും മനസ്സിലായില്ല. അതിനാൽ ആളുകൾ കരുതിയത് ഇവന്റെ ഭാഗ്യം തെളിഞ്ഞുവെന്നാണ്. അതിനുശേഷം ആരും ഇമ്രാനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചില്ല. അവിടെയാണ് ഒരു വലിയ വഞ്ചനയുടെ തുടക്കം. അത് കേട്ടാൽ നിങ്ങൾ പോലും ദേഷ്യം കൊണ്ട് തിളച്ചു പോകും. ഈ മുഴുവൻ കുടുക്കിന്റെ തുടക്കം വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങുകയായിരുന്നു. ഇമ്രാൻ ഖാൻ ഒരിക്കൽ ചിന്തിച്ചു, ഇന്നത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്തിനോടാണ്? അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആകർഷിക്കുന്നത് എന്തിനോടായിരിക്കും? അവന്റെ മനസ്സിൽ വന്ന ഒരു മറുപടി, ജിം. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇക്കാലത്ത് ജിമ്മിന്റെ ക്രേസ് വളരെ കൂടുതലാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും രാവിലെയും വൈകുന്നേരവും ജിമ്മിലേക്ക് പോകുന്നുണ്ട്. ഇതോടെയാണ് ഇമ്രാൻ ഖാൻ തൻ്റെ പ്ലാന്റെ ആദ്യ പടി ആരംഭിക്കുന്നത്. അവൻ 3 ജിമ്മുകൾ ആരംഭിച്ചു. അതിൽ ട്രെയിനർമാരെ നിയമിച്ചു. പക്ഷെ അവർ യഥാർത്ഥ സർട്ടിഫൈഡ് ട്രെയിനർമാർ ആയിരുന്നില്ല. അവൻ്റെ തന്നെ ബന്ധുക്കളായിരുന്നു. അവൻ സ്വന്തം ബന്ധുക്കളെ ജിമ്മിലേക്ക് അയച്ച് ജിമ്മിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ജിമ്മിന്റെ ലക്ഷ്യം ബോഡി ബിൽഡിംഗ് അല്ലായിരുന്നു. അവരുടെ ലക്ഷ്യം ടാർഗറ്റിംഗ് ആയിരുന്നു. ബലഹീനരായ, സുന്ദരികളായ, എളുപ്പത്തിൽ വരയിലാക്കാൻ കഴിയുന്ന പെൺകുട്ടികളെ കണ്ടെത്തുക. ഒരു പെൺകുട്ടി ജിമ്മിൽ പ്രവേശിക്കുന്നത് മുതൽ ട്രെയിനർമാർ അവരുടെ പദ്ധതികൾ ആരംഭിക്കും. നിങ്ങളുടെ പോസ്റ്റർ ശരിയല്ല, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ഡയറ്റ് പ്ലാൻ ചെയ്യാം, കുറച്ച് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ആകാൻ കഴിയും. ഇങ്ങനെയുള്ള വാക്കുകൾ വഴി അവരോട് അടുക്കാൻ ശ്രമിക്കും. പിന്നീട് പ്രൊഫഷണൽ ബന്ധം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പായി മാറും. ഫോൺ നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്യും, വാട്സപ്പ് ചാറ്റുകൾ ആരംഭിക്കും, ഡെയിലി ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജുകൾ അയക്കും. അവിടെ നിന്നാണ് ഈ കഥയുടെ യഥാർത്ഥ തുടക്കം. ട്രെയിനർമാർക്ക് പെൺകുട്ടികളുടെ വിശ്വാസം കിട്ടിയാൽ അവർ അടുത്ത നീക്കം നടത്തും. സ്വകാര്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. പെൺകുട്ടികൾ ഇമോഷണലായി ബലഹീനരാകുന്നത് അവർ ശ്രദ്ധിക്കും. അപ്പോൾ ആരംഭിക്കും അവരുടെ അടുത്ത പടി. പ്രണയത്തിന്റെ പേരിൽ കുടുക്കിൽ വീഴ്ത്തിയ പെൺകുട്ടികളുടെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ശേഖരിക്കും. ചിലർ വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ഇതിൽ കുടുങ്ങും. പക്ഷെ ചിലർ ടെക്നോളജിയുടെ ഇരയാകും. ഇന്നത്തെ AI
ലക്ഷക്കണക്കിന് ആളുകൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതേ AI ഇവിടെ തെറ്റായി ഉപയോഗിച്ചു. പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കി. അത് കിട്ടിയാൽ ആ പെൺകുട്ടികളുടെ ജീവിതം പിന്നെ ട്രെയിനർമാർ നിയന്ത്രിക്കും. ട്രെയിനർമാർ ഭീഷണിപ്പെടുത്തും. ഞങ്ങളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ ഈ വീഡിയോ വൈറലാക്കും, ലീക്ക് ചെയ്യും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് വാട്സപ്പ് വഴി ഇത് അയച്ചു കൊടുക്കുമെന്ന്. ഈ ഭയം ഉപയോഗിച്ച് പെൺകുട്ടികളിൽ നിന്നും പണം വാങ്ങും. എന്നാൽ അവിടം കൊണ്ടും അവസാനിച്ചില്ല. മതം മാറ്റാൻ പോലും സമ്മർദ്ദം ചെലുത്തി. ചിലരോട് പറഞ്ഞത്, എന്നെ വിവാഹം ചെയ്യണമെങ്കിൽ നീ മതം മാറണം എന്ന്. അതിനുശേഷം ചില പെൺകുട്ടികളെ പ്രൈവറ്റ് ക്ലാസ് ഉണ്ടെന്ന പേരിൽ വിളിക്കും. എന്നിട്ട് അവിടെ വെച്ചവരെ ബ്രെയിൻ വാഷ് ചെയ്യും. അവസാനം അവർ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറ്റിയിട്ടുമുണ്ട്. ബോഡി ബിൽഡിംഗ് ചെയ്യാൻ ജിമ്മിലെത്തിയ പെൺകുട്ടി അവസാനം ഒരു വലിയ കുരുക്കിന്റെ ഇരയായി മാറുന്നു. ഈ എല്ലാ കാര്യങ്ങളും മാസങ്ങളോളം തുടർന്നു. 100 കണക്കിന് പെൺകുട്ടികൾ ഇതിന്റെ ഇരയായി മാറി. പക്ഷെ ഒരു ദിവസം ഇവരാൽ വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു പെൺകുട്ടി ഒരു വലിയ തീരുമാനമെടുത്തു. ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം. ആ പെൺകുട്ടി ധൈര്യം കാട്ടി ഉത്തർപ്രദേശ് ഹെൽപ്പ് ലൈൻ നമ്പർ 1090 വിളിച്ചു. പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞു, എങ്ങനെ അവർ ഇവളെ കുടുക്കിയെന്ന്. ഇത് കേട്ടപ്പോൾ പോലീസിന് ഇതൊരു സാധാരണ കേസ് പോലെ തന്നെയാണ് തോന്നിയത്. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ പതിവായി വരാറുണ്ട്. പക്ഷെ ഉത്തർപ്രദേശ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ അവർ പോലും ഞെട്ടിപ്പോയി. കേസ് അന്വേഷിക്കാൻ പോലീസ് ജിമ്മിലെത്തി. അവിടെ ഇമ്രാൻഖാനെ കണ്ടെത്തി. പോലീസ് അവനെ പിടികൂടി അവന്റെ ഫോൺ എടുത്തു. ഇതിനകം തന്നെ അവൻ പല വീഡിയോസും ഡിലീറ്റ് ചെയ്തിരുന്നു. എങ്കിലും ഫോൺ തുറന്നപ്പോൾ 50 പെൺകുട്ടികളുടെ വീഡിയോ അവിടെ നിന്ന് കണ്ടെത്തി. അത് കണ്ടപ്പോൾ തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു വശത്ത് എല്ലാ ട്രെയിനർമാരെയും പിടികൂടി. ഇവിടെ നിന്നാണ് ഈ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇതുവരെ നമ്മൾ കരുതിയത് ഇവർ ചേർന്ന് പെൺകുട്ടികളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷെ ഇത് അതിലും വലിയൊരു നെറ്റ്വർക്ക് ആയിരുന്നു. പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നു. ഈ മുഴുവൻ പ്ലാന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ദുബായിലും മലേഷ്യയിലും ഇരുന്നാണ് എല്ലാം നിയന്ത്രിച്ചിരുന്നത്. അവിടെ നിന്നുള്ള അക്കൗണ്ടുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? മതം മാറ്റാൻ. ഇതിനു മുകളിലുള്ള തലകൾ പറഞ്ഞത്, പെൺകുട്ടികളെ കുടുക്കുക, അവരുടെ മതം മാറ്റണം, ഞങ്ങൾ നിങ്ങൾക്ക് കോടികൾ നൽകി സഹായിക്കാമെന്ന്. ഇങ്ങനെ ഈ ട്രാപ്പ് നീണ്ടു നിന്നു. പക്ഷേ വീണ്ടും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട്. പോലീസിന് അറിയാൻ കഴിഞ്ഞത് അവരുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കോൺസ്റ്റബിളും ഇതിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന്. തുടർന്ന് അവനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ട്രെയിനർമാരും ചെറിയ ഓണർമാരും പിടിയിലായി. പക്ഷേ ഇമ്രാൻഖാൻ ഒളിവിൽ പോയി. പോലീസ് അവനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഇമ്രാൻ കുടുംബത്തോടൊപ്പം എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. ദുബായിലേക്കുള്ള വിസയും ടിക്കറ്റും എല്ലാം തയ്യാറായിരുന്നു. പക്ഷെ അവൻ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ പോലീസ് അവിടെ എത്തി അവനെ അറസ്റ്റ് ചെയ്തു. ഇതുവരെ ഈ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വശത്ത് ഐറൺ ഫയർ ജിമ്മിലെ ഉടമയായ ഫാരിദ് ഒളിച്ചോടാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം അവനെയും പിടികൂടി. ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനുള്ള ഉദ്ദേശം ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്തുകയല്ല. ഈ കഥയുടെ ഉദ്ദേശം ഒന്ന് മാത്രം, നമ്മളെല്ലാവരും നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ കുറച്ചു കൂടുതൽ ശ്രദ്ധ പാലിക്കുക. കാരണം ഏത് സമയത്തും ആരായാലും നമ്മളെ ഒരു കുടുക്കിലാക്കാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് അപരിചിതരോട് അതിരുകൾ പാലിക്കണം. അതിപ്പോൾ ജിമ്മായാലും ജോലിയായാലും ഓൺലൈനായാലും എവിടെയായാലും വേഗത്തിൽ നമ്മളുമായി അടുപ്പം പുലർത്താൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കണം. ഫോട്ടോസ്, വീഡിയോസ്, ചാറ്റ് ഇതൊന്നും അനാവശ്യമായി ആരോടും പങ്കിടരുത്. അതൊക്കെ ഒരിക്കൽ പുറത്തു പോയാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാനേ സാധിക്കുകയില്ല. പിന്നെ വരുന്ന ഈ ഭീഷണികൾ കണ്ട് ഒരിക്കലും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. കുടുംബത്തെയോ പോലീസിനെയോ അറിയിക്കണം. നിയമസഹായം തേടണം. ഇന്നത്തെ കാലത്ത് AI ടെക്നോളജി പലർക്കും ഉപകാരപ്രദമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ AI ഡിജിറ്റൽ എഡിറ്റിംഗ് ഉപയോഗിച്ച് വ്യാജ ഫോട്ടോസ്, വീഡിയോസ് സൃഷ്ടിക്കാനും വളരെ ഈസിയാണ്. അതിലും നിങ്ങളുടെ ജാഗ്രത നിർബന്ധമാണ്. പെൺകുട്ടികളാണെന്ന് കരുതി ഒരിക്കലും മിണ്ടാതിരിക്കരുത്. ഈ കേസിലെ നിരപരാധിയായ പെൺകുട്ടി അവൾ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് മറ്റു പല പെൺകുട്ടികൾക്കും അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ചെറിയ ചെറിയ സൂചനകൾ തന്നെ വലിയ അപകടം ഒഴിവാക്കിയേക്കാം. ഒറ്റവരിയിൽ പറഞ്ഞാൽ, ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് ജാഗ്രത കാണിക്കണം. അവിടെയാണ് സുരക്ഷ. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയാം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ ജിമ്മിൽ പോകുന്ന സഹോദരി, മകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഭാവിയിൽ ഒരു പക്ഷേ അവർക്കും ഇത് ഗുണം ചെയ്തേക്കും. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.